ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് അവസാനം തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആര്യാടൻ ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥിയെങ്കിൽ വഴിക്കടവിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം CPM-ലെ ഷെറോണ റോയിയെയും VS ജോയിയാണ് UDF സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറുമാണ് LDF-ന്റെ പരിഗണനയിലുള്ളതെന്നാണ് അവസാനം ലഭിക്കുന്ന വിവരം. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേർന്ന യോഗത്തിൽ തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ ധാരണയായതായിരുന്നു അത്രേ. K സുധാകരൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരൊക്കെ പങ്കെടുത്ത കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നടന്ന യോഗത്തിൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയുടെ പേരും ചർച്ചയിൽ വന്നിരുന്നെങ്കിലും ആര്യാടൻ ഷൗക്കത്തിനെ തന്നെയായിരുന്നു അന്ന് KC വേണുഗോപാലിന്റെ പ്രത്യേക താല്പര്യപ്രകാരം പരിഗണിച്ചതെന്ന് വിവരമുണ്ട്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അൻവറിന്റെ ആവശ്യം മുഖവിലിക്കെടുക്കേണ്ടതില്ലെന്നാണ് നേതാക്കൾ പൊതുവെ അന്ന് അഭിപ്രായപ്പെട്ടത്. അൻവറിന്റെ ആവശ്യത്തോട് കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ട് എന്നത് വസ്തുതയാണെങ്കിലും ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചാൽ കോൺഗ്രസിൽ മാത്രമല്ല UDF-ന് തന്നെ ഭാവിയിൽ അത് തലവേദന ഉയർത്തുമെന്നാണ് പൊതുവെ രൂപപ്പെട്ട അഭിപ്രായം. നിലമ്പൂരിൽ ആര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാലും അൻവറിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും അതല്ലാതെ അൻവറിന് മറ്റു മാർഗമൊന്നും ഇല്ലെന്നും UDF-ലേക്ക് ഘടകകക്ഷിയായി കയറിക്കൂടാൻ പറ്റുമോ എന്ന പരീക്ഷണമാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും നേതൃത്വം നേരത്തെ തന്നെ വിലയിരുത്തിയതാണ്. കേരളത്തിൽ തൃണമൂലിനെ UDF-ന്റെ ഘടകകക്ഷിയാക്കുന്നതിന് ഹൈക്കമാൻഡിന് എതിർപ്പില്ലെങ്കിലും കോൺഗ്രസ് കേരള ഘടകത്തിനും UDF-ലെ ഒട്ടുമിക്ക കക്ഷികൾക്കും അൻവറിന്റെ തൃണമൂൽ പാർട്ടിയെ മുന്നണിയിലെടുക്കേണ്ടതില്ലെന്നാണ് അഭിപ്രായം. അതുകൊണ്ട് തന്നെ നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന അൻവറിനോട് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയായി നിൽക്കാനാണ് വീണ്ടും ഉദ്ദേശിക്കുന്നതെങ്കിൽ മുന്നണിക്ക് പുറത്തു നിന്നുള്ള പിന്തുണ മതിയെന്ന് കോൺഗ്രസ് നേതൃത്വം സൂചിപ്പിക്കുമെന്നാണ് കേൾക്കുന്നത്. അതേസമയം ഒറ്റയ്ക്ക് കോൺഗ്രസിലേക്ക് ചേരാൻ അൻവറിനോട് നേരത്തെ തന്നെ നേതാക്കൾ പറഞ്ഞെന്ന തരത്തിലുള്ള വാർത്തകൾ ആധികാരികമല്ലതാനും. കോൺഗ്രസിലേക്ക് ചേരാൻ അൻവർ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല എന്നത് അൻവറിനോട് അടുത്ത കേന്ദ്രങ്ങൾ സൂചിപ്പിച്ച് കഴിഞ്ഞതുമാണ്. അതുപോലെ മുന്നണിയിൽ ചേർക്കുന്നില്ലെങ്കിൽ അൻവർ തന്നെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും അതുമല്ലെങ്കിൽ തൃണമൂൽ പാർട്ടി ആരെയും മത്സരിപ്പിക്കുമെന്നുമൊക്കെ പറയുന്നതും വിലപേശലിന് വേണ്ടിയുള്ള വെറും പൊഴിവെടിയായേ കണക്കാക്കേണ്ടതുള്ളൂ. എന്നാൽ തൃണമൂലിനെയും വിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഇനി ചേർന്ന് പ്രവർത്തിക്കാനാണെങ്കിൽ അത് മുസ്ലിം ലീഗിലാകണമെന്നാണത്രേ അൻവർ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു എന്ന് പറയപ്പെടുന്ന സീറ്റുകളിലേതിനേക്കാൾ ലീഗിന്റെ ഏതെങ്കിലും ഒരു സീറ്റ് മത്സരിക്കാൻ ലഭിക്കണമെന്നാണ് അൻവർ ആഗ്രഹിക്കുന്നത്. അതുമല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ പരിഗണിക്കാമെന്ന് വാഗ്ദാനം ലഭിച്ചാലും മതിയെന്ന് അൻവർ ആഗ്രഹിക്കുന്നതായും കേൾക്കുന്നുണ്ട്. മുസ്ലിം ലീഗിലെ നിലമ്പൂരിൽ നിന്നുള്ള PV അബ്ദുൾ വഹാബിന്റെ ഒഴിവ് വരാൻ പോകുന്ന സീറ്റാണ് അൻവറിന്റെ ലക്ഷ്യമെന്ന് മുൻകൂട്ടി കണ്ട് ലീഗിലെ ചില നേതാക്കൾ VS ജോയിക്ക് വേണ്ടിയുള്ള അൻവറിന്റെ വാദഗതികളെ മുഖവിലേക്ക് എടുക്കേണ്ടതില്ലെന്നും കോൺഗ്രസിന്റെ സീറ്റിൽ ആരെ മത്സരിപ്പിക്കണമെന്ന് ആരുടെയും ശുപാർശ കേൾക്കേണ്ടതില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുന്നതിനോടാണ് ലീഗിന് താല്പര്യമെന്നത് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു ഇതിലൂടെയെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. എന്നാൽ ലീഗ് അൻവറിന് പിന്തുണ നൽകുന്നുണ്ടെന്നും ജില്ലയിലെ A ഗ്രൂപ്പ് നേതാവെന്ന പ്രതീതിയും മുസ്ലിം ലീഗുമായി നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും വാക്പോരുകളും 2016-ലെ തെരഞ്ഞെടുപ്പ് പരാജയവുമെല്ലാം ആര്യാടൻ ഷൗക്കത്തിനെതിരെ ലീഗ് ആയുധമാക്കുന്നുണ്ടെന്ന തരത്തിലുള്ള ഒരണിയറ കഥയും പരക്കുന്നുണ്ട്. ആര്യാടൻ മുഹമ്മദും ഷൗക്കത്തും മുമ്പ് പലപ്പോഴായി പറഞ്ഞ ലീഗ് വിരുദ്ധ പരാമർശം തപ്പിപ്പിടിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ലീഗ് നേതൃത്വം അതാത് സമയങ്ങളിൽ ആര്യാടന്റെ അത്തരം അഭിപ്രായങ്ങളെ കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തെ നയിക്കാനും അണികളിൽ ആവേശമുണ്ടാക്കാനുമായുള്ള ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ ചെപ്പടി വിദ്യ മാത്രമാണതെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു അന്ന്. എന്നാൽ ആര്യാടൻ മുഹമ്മദിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഉന്നയിച്ച് മകൻ ഷൗക്കത്തിനെ മുൾമുനയിൽ നിർത്തിയായിരുന്നു 2016-ൽ അൻവർ നിലമ്പൂരിൽ മത്സരിച്ചതും വിജയിച്ചതും. കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ പോലെ ലീഗിൽ നിന്നും അൻവറിന് അന്ന് വോട്ടുകൾ കിട്ടിയെന്ന് പൊതുവെ അക്കാലത്തൊരു അനുമാനമുണ്ടായിരുന്നു.
എന്നാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വോട്ട് മറിച്ച് ചെയ്യുന്ന പ്രവണത ലീഗ് ഒരിക്കലും അംഗീകരിക്കില്ലെന്നാണ് അതിന് മറുപടിയായെന്ന് ലീഗ് പറഞ്ഞത്. ജോയ്ക്ക് വേണ്ടി അൻവറിലൂടെ ലീഗ് സമ്മർദ്ദം ചെലുത്തുന്നതായുള്ള റൂമറുകളെ അതുകൊണ്ട് തന്നെയാണ് ലീഗ് മുൻകൂട്ടി ഖണ്ഡിച്ചതും. ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും UDF അൻവറിന്റെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ടെന്നായിരുന്നു അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. തനിക്ക് UDF സ്ഥാനാർത്ഥി ആരായാലും പ്രശ്നമില്ല, CPM സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി തോൽപ്പിക്കുക എന്നത് മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും അൻവറിനെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കണമെന്നാണ് കോൺഗ്രസ് തിരുവനന്തപുരത്തെ ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസും UDFും തയ്യാറായേക്കും. എന്നാൽ അൻവറുമായി ഉണ്ടാക്കുന്ന ധാരണ ഏതെല്ലാം കാര്യത്തിലാണെന്ന് തൽക്കാലം പുറത്തുവിടാതിരിക്കാനും തീരുമാനമുണ്ടായേക്കും. അതേസമയം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ മറുപക്ഷത്തും വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിന്റെ ചാനലുകാരുമായുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ വ്യക്തമാക്കിയത് അൻവറിലൂടെ UDF അനിവാര്യമായ തിരിച്ചടി അവർ അനുഭവിച്ചോട്ടെ എന്ന മട്ടിലുള്ളതായിരുന്നു. സർക്കാരിന്റെ വിലയിരുത്തലാകുമോ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ ഭരണ വിലയിരുത്തലാകില്ല എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യമെടുക്കാൻ സ്വരാജ് ഏതായാലും തയ്യാറായില്ല എന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സമീപനവും അടക്കം ചർച്ചയാകുമെന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ പക്വതയോടെയുള്ള മറുപടിയാണ് സ്വരാജിൽ നിന്ന് ഉണ്ടായത്. നിലമ്പൂരിലെ ഇടതു പ്രവർത്തകർ രാപ്പകൽ അധ്വാനിച്ച് നേടിയതായിരുന്നു നിലമ്പൂരിൽ അൻവറിന്റെ വിജയമെന്നും പാർട്ടിയെയും മുന്നണിയെയും വഞ്ചിച്ച അൻവറിനുള്ള മറുപടി കൂടിയാവും ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും മുതിർന്ന CPM നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടിയെ പോലുള്ള നേതാക്കളുടെ അഭിപ്രായത്തോടാണ് നിലമ്പൂരിലെ ഇടതുപക്ഷ പ്രവർത്തകർ പ്രതീക്ഷ പുലർത്തുന്നതും അവർക്ക് താല്പര്യവും. 2016 PV അൻവറിനെതിരെ ഷൗക്കത്ത് മത്സരിച്ചപ്പോഴുണ്ടായ വലിയ വോട്ട് വ്യത്യാസം ചർച്ചയാക്കി സ്ഥാനാർത്ഥി പരിഗണനയിൽ നിന്ന് ഷൗക്കത്തിനെ മാറ്റി നിർത്തി VS ജോയിയെയോ അതുമല്ലെങ്കിൽ മൂന്നാമതൊരാളെയോ പരിഗണിക്കാനുള്ള സമ്മർദ്ദത്തിന് കോൺഗ്രസിനെ ഷൗക്കത്ത് വിരുദ്ധ വിഭാഗം ശ്രമിക്കുന്നുണ്ടെങ്കിലും നിലമ്പൂരിന്റെ മത സാമുദായിക വോട്ടുകൾ പരിഗണിച്ച് ഏറ്റവും അനുകൂല സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഷൗക്കത്തിനെ തന്നെയാണ് അവസാനം UDF പരിഗണിക്കുന്നതെന്ന വിവരം CPM-നും ലഭിച്ചു കഴിഞ്ഞത്രേ. സ്ഥാനാർത്ഥി ഷൗക്കത്ത് മതിയെന്ന കോൺഗ്രസ് നേതൃത്വ തീരുമാനത്തിൽ DCC പ്രസിഡന്റ് ജോയിക്കും ഇതുവരെ എതിർപ്പുകളൊന്നുമില്ലെന്നും എന്നാൽ രണ്ടു പേരുകൾ ഇപ്പോഴും നിലനിർത്തി ചർച്ചയാക്കുന്നത് UDF തന്ത്രമാണെന്നും അതുകൊണ്ട് തന്നെ ഷൗക്കത്തിനായി ഇനി കാത്തിരിക്കാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ടെന്ന് ഇടത് നേതൃത്വം വൈകിയാണെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇടത് നേതാക്കളുടെ രാപകലില്ലാതെയുള്ള ചർച്ചകളും വ്യക്തമാക്കുന്നത്. DYFA ജില്ലാ പ്രസിഡന്റ് ഷബീറിനെയും വഴിക്കടവ് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം CPM-ലെ ഷെറോണ റോയിയെയുമാണ് ഇടതുമുന്നണി ഇപ്പോൾ പരിഗണനയിൽ പ്രധാനമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.